ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ സുഖമാണ് എന്നൊരു കമൻറ്റ് ഇടണം കേട്ടോ എല്ലാവരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായല്ലോ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, നബിദിനവും ഓണവും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ അതാ ഞാൻ ഒരു ചുരിദാറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഷോപ്പിലുള്ള ചുരിദാറാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം ഇല്ല. അതായത് നമുക്കിങ്ങനെ ബണ്ടിൽ വന്നപ്പോൾ അങ്ങനെ വന്നതാണോ, ഇനി ബോട്ടം എങ്ങനെയെങ്കിലും മിസ്സായതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്തേ ഇത് വെച്ച് എനിക്കൊരു ചുരിദാർ തയ്ക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എടുത്തതാണ്. ഷോള് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഈ കൈ ഇതിൽ അറ്റാച്ച് ചെയ്തേക്കാണ്. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തതാണ്. അത് നമുക്ക് ഇതൊക്കെ ഒന്ന് അഴിച്ചെടുക്കണം, എന്നിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ അഴിച്ച് റെഡിയാക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്, പിന്നെ സ്ലീവ്. ഇത് ചന്തേരി സിൽക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ചുരുളൽ വന്നേക്കണത്. തേച്ചെടുത്താൽ നല്ല അടിപൊളിയാവും കേട്ടോ. ഞാനിപ്പോൾ തേച്ചിട്ടൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ട് വെട്ടിയെടുത്തിട്ട് തേക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ്. അപ്പോൾ നമ്മൾ ആദ്യം വെട്ടേണ്ടത് ലൈനിങ് ആണ്. അപ്പോൾ ഞാൻ 2.5 മീറ്റർ ലൈനിങ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും ഷോപ്പിലിരുന്നതാണ്. 2.5 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കൈക്കും കൂടെ ലൈനിങ് ഇടാനായിട്ട് 2.25 മീറ്റർ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അതാ 4 മടക്കിയിട്ടേക്കാണ്. ഷോൾഡറാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണത്. നമുക്ക് ഷോൾഡർ എത്രയാണോ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് മൈനസ് ചെയ്യുക കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഒരു 16 ഇഞ്ചാണ് ഷോൾഡർ എങ്കിൽ 8 ഇഞ്ച് വരുമല്ലോ. നമുക്ക് 7.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്താൽ മതി. കൈക്കുഴി 8 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഷോൾഡർ എത്രയാണെന്ന് ബോഡിയിൽ നിന്ന് അളന്ന് നോക്കുക, എന്നിട്ട് അങ്ങനെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ 7.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 7.5 തന്നെ ഇതാ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോൾഡർ മൈനസ് ചെയ്യണത് നമ്മുടെ കഴുത്ത് വെട്ടി ഇറക്കി കഴിയുമ്പോൾ, ബാക്കിനൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഷോൾഡർ ഇങ്ങനെ താഴത്തേക്ക് വീണ് കിടക്കും. ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ വീണ് കിടക്കും. അതങ്ങനെ വീണ് കിടക്കാതിരിക്കാനാണ് നമ്മളവിടെ മൈനസ് ചെയ്യണത് കേട്ടോ. ഇനി ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക. ചെസ്റ്റ് അളവ് നമ്മൾ എടുക്കുമ്പോൾ ബോഡിയിൽ നിന്ന് എടുക്കുക, അതിൻ്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്യുക, എന്നിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 10 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യണത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഹാഫ് ലെങ്ത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കുക, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ഷേപ്പ് കൊടുക്കണതെന്ന് വെച്ചാൽ എത്ര ഇഞ്ച് ഉണ്ട് നോക്കാം. അതിനേക്കോളും 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. ചെസ്റ്റ് അളവിൻ്റെ കൂടെ, ചെസ്റ്റ് അളവിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേസ്റ്റ് അളവ് കറക്റ്റായിട്ട് ബോഡിയിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ കണക്കിൻ്റെ കാൽക്കുലേഷൻ വരണത്. അതായത് അളവ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് സ്ലിറ്റ് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക. നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കുക, അതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് നമുക്ക് സ്ലിറ്റ് വരുന്നത്. ചെസ്റ്റ് അളവിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട്, അതായത് 10 ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത്, ഒരു 10.5 നമുക്ക് ഹിപ്പിൻ്റെ കൊടുക്കുക. അല്ലെങ്കിൽ ഹിപ്പ് റൗണ്ട് നമ്മൾ അളന്നെടുത്തിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുക, എന്നിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതായത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചെസ്റ്റിൻ്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്യുക, വേസ്റ്റിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്യുക, ഹിപ്പിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുക. പിന്നെ ഇവിടെ തയ്യൽ തുമ്പ് നമ്മൾ 1 ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ അതിനേക്കാളും ആ തയ്യൽ തുമ്പ് അടക്കം എത്രയാണോ വന്നതിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ട് താഴത്തും മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് നോക്കുക, ബോഡിയിൽ നിന്നുള്ള ലെങ്ത്ത് നോക്കിയിട്ട് അതിനേക്കാളും 2 ഇഞ്ച് കൂടുതലായിട്ടാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കേണ്ടത്. അതായത് ഇപ്പോൾ 46 ഇഞ്ച് ലെങ്ത്ത് വേണമെങ്കിൽ 48 ഇഞ്ച് തുണി എടുക്കുക. അങ്ങനെയാണ് കേട്ടോ. തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ ഈ മാർക്കിംഗ് ഒക്കെ നമുക്ക് ഇങ്ങനെ വരച്ച് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കാൽക്കുലേഷനൊക്കെ കിട്ടിയാലുണ്ടല്ലോ 6 അളവെടുത്ത് വേണമെങ്കിൽ നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. അതിനാണ് ഞാൻ കാൽക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞത്. നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, എന്നിട്ട് അതുപോലെ ചെയ്യുക കേട്ടോ. ഇനി ഈ കോർണർ ഭാഗത്ത് നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, എന്നിട്ട് കൈക്കുഴി കണക്ട് ചെയ്ത് വരച്ച് കൊടുക്കാം. കണ്ടോ? ഇനി കൈക്കുഴി വരക്കണം നോക്കുക. തയ്യൽ തുമ്പിലേക്കാണ് കേട്ടോ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ കൈക്കുഴി വലുതായി പോവും. ഇങ്ങനെ വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഓൺലൈനായിട്ട് ടൈലറിങ് ക്ലാസ് ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരും കേട്ടോ. അതായത് അളവെടുക്കുന്നതും കാൽക്കുലേറ്റ് ചെയ്യണതും കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതും എല്ലാം പഠിപ്പിച്ച് തരും. അപ്പോൾ ഇതാണ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കി നമ്മുടെ ഇവിടം വരെ മതി കേട്ടോ. സ്ലിറ്റ് ഞാൻ വരച്ചപ്പോൾ അറ്റത്തേക്ക് പോയി ഇവിടം വരെ മാത്രം മതി. അങ്ങനെ നമുക്ക് അറ്റത്തേക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 1000 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫീസ്. 2 മാസം കൊണ്ട് തയ്യൽ മുഴുവൻ പഠിപ്പിച്ച് തരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് വേണമെങ്കിൽ അത് 3 മാസത്തെ കോഴ്സാണ്. 3 മാസത്തേക്ക് 3000 രൂപയാണ് ഫീസ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിലൂടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ തയ്യൽ പഠിച്ച് കഴിഞ്ഞവർക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം കേട്ടോ.
അപ്പോൾ ആ നമ്പർ വീണ്ടും വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർ എന്നെ വിളിക്കാം. ഓക്കെ, അടിപൊളി ക്ലാസ് ആട്ടോ. നിങ്ങൾക്ക് സുഖമായിട്ട് തയ്യൽ പ്രൊഫഷണലായിട്ട് എടുക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ക്കാനാണെങ്കിലും ഈ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ പറ്റും. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തയ്ക്കാൻ കൊടുക്കണ്ടല്ലോ. ഓണമൊക്കെ ആയപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തയ്ക്കാനൊന്ന് പുറത്ത് കൊടുക്കണമെങ്കിൽ എന്താ ബുദ്ധിമുട്ടുന്നത്. അത്രയും തിരക്കായിരുന്നു എല്ലാ ഷോപ്പുകളിലും. അപ്പോൾ അതാ നമ്മൾ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടുകയാണ്. അപ്പോൾ നമുക്ക് തയ്യൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്നൊരു വരുമാനം ഉണ്ടാക്കാനും പറ്റും. പിന്നെ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത വാട്സപ്പിൽ റെക്കോർഡഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ഏത് സമയത്തും പഠിക്കാവുന്ന രീതിയിലാണ് ക്ലാസ് തരുന്നത്. അതുപോലെ തന്നെ ഏത് രാജ്യത്തിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫ്രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്ത്, അപ്പോൾ ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നല്ലോ. അപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ കുറച്ചൊന്നും ഇങ്ങോട്ട് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ അതിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ചാടിച്ചിട്ട് എന്തിനാ വെച്ചാൽ ഈ പീസ് നമുക്ക് സ്ലീവിൽ വെച്ച് കൊടുക്കാം. വെറുതെ ഒരു സീക്വൻസ് മാത്രമേ കിട്ടുള്ളൂ. എന്നാലും കൈയിൻ്റെ എൻ്റെ ഭാഗത്ത് ആ സീക്വൻസ് വരണതും ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു പീസ് ഇങ്ങനെ ഇട്ടിട്ട് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് കൈയിൻ്റെ എൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഡബ് ചെയ്യാനിരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നിങ്ങൾ ക്ഷമിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതാ കൈക്ക് നീളത്തിൽ കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ 2.25 വേണമായിരുന്നു. ഇത് 2.5 മീറ്ററേ ഉള്ളൂ മെറ്റീരിയൽ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ജോയിൻറ്റ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എത്രത്തോളം കൈനീളം വേണം നോക്കുക. അതിനനുസരിച്ച് നമുക്ക് വരച്ച് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഒരു 18 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ആ 18 ഞാൻ ഇപ്പുറം വെച്ചിട്ടുണ്ട്. 4.5 ഇഞ്ച് ഇതാ മൈനസ് ചെയ്ത് മാർക്ക് ചെയ്ത് മോൾ ഭാഗത്ത്. ഇനി കൈക്കുഴി നമ്മുടെ എത്രയാണോ മാർക്ക് ചെയ്തത് അതിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട്, അതായത് കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്യണതിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് ഇതാ ഇങ്ങനെ കൈക്ക് വീതി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അതിലേക്ക് നമുക്കിതാ ഇങ്ങനെ കൈ കുഴിച്ച് വെട്ടിക്കൊടുക്കുക. അതായത് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വന്നാൽ മതി കേട്ടോ. കണ്ടോ. ഇനി കൈവണ്ണം മാർക്ക് ചെയ്യുക, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക, അങ്ങോട്ടേക്ക് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിന് കൈക്കൊക്കെ ജോയിൻ്റ് ഇടേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി അത്ര വലിയ തുണിയല്ല, 1000 രൂപയുടെ ബിറ്റാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തുണിയൊന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആകുമ്പോഴേ. എങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് തയ്ക്കാനൊക്കെ പറ്റി. അപ്പോൾ അതിൻ്റെ ബോട്ടം എൻ്റെ ഒന്ന് കാണാണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ കറുപ്പ് ഡ്രസ്സിൻ്റെ ആവശ്യം ഉണ്ടായില്ല. എൻ്റെ കയ്യിൽ ഉണ്ട് കറുത്ത ഡ്രസ്സ്. എന്നാലും ബോട്ടം കാണാണ്ടായപ്പോൾ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അതെനിക്ക് തയ്ക്കുക. അപ്പോൾ നിങ്ങളെങ്ങോട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്ലീവ് എല്ലാം കട്ട് ചെയ്തു. ഇനി ജോയിൻ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഇടണം. ഇതിപ്പോൾ ബാക്ക് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്ക് പീസിൽ ടക്ക് ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊന്നും നോക്കിക്കോ കേട്ടോ. നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്നുണ്ടല്ലോ, കൈക്കുഴിയുടെ ആ ഭാഗത്തുനിന്ന് ഒരു 2.5 ഇഞ്ച് താഴേക്ക് മാറ്റിയിട്ട് ഒരു മാർക്ക് ഇടുക. അവിടെയാണ് നമുക്ക് ടക്കിൻ്റെ ലെങ്ത്ത്, അതായത് ഈ കക്ഷത്തിലല്ല കേട്ടോ ടക്ക് ഇടേണ്ടത്. ഇതാ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് അതേ അളവിൽ തന്നെ നമുക്ക് ഇതാ ഇങ്ങനെ മാർക്ക് ഇട്ട് കൊടുക്കാം. ഒരു 11 ഇഞ്ചാണ് കേട്ടോ എനിക്ക് വരണത്. അപ്പോൾ ഈ കക്ഷത്തിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് താഴെ മാറ്റിയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ ഈ വളവുണ്ടല്ലോ, വളവ് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിപ്പോയത് സ്ലിറ്റിൻ്റെ അത്രയും ഇറങ്ങരുത്. ഒരു 8 ഇഞ്ച് നമുക്ക് ടക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കാം കേട്ടോ. ഇനി ടക്കിൻ്റെ വീതി ഇതാ ഇവിടെ ഇങ്ങനെ നമ്മൾ അറ്റത്ത് 1.5 ഇഞ്ച് നമ്മളവിടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ടെന്ന് നോക്കാം. അതിൻ്റെ പകുതി, അപ്പോൾ 9.5 ഇഞ്ചാണ് എനിക്കവിടെ കിട്ടിയിട്ടുള്ളത്. അതാ ഇവിടെ ഇങ്ങനെ 4.5 ഇഞ്ച്, അതിൻ്റെ 4.25 ഇഞ്ച് അത് മാർക്ക് ചെയ്യുക. അതേ അളവ് തന്നെ നമുക്ക് താഴ്ഭാഗത്തും ദാ ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ 2.5 ഇഞ്ചാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. കക്ഷത്തിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് താഴെ മാറ്റിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ പലർക്കും പല അളവായിരിക്കുമല്ലോ. ബോഡിയിൽ നിന്ന് മുകളിൽ നിന്ന് അളവെടുക്കുമ്പോൾ അത് കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ കക്ഷത്തിൽ നിന്ന് 2.5 ഇഞ്ച് താഴേക്ക് മാറ്റിയെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ചോക്ക് താഴെ വെച്ചിട്ട് ഓരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൂടെ നമുക്ക് ടക്ക് മാർക്ക് ചെയ്താൽ 2 സൈഡിലും നമ്മുടെ ടക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. സ്റ്റിച്ചിങ് ആയിട്ട് നാളെ വരാം കേട്ടോ. എന്നുവെച്ചാൽ രണ്ടും കൂടെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കട്ടിങ് കണ്ടവർ സ്റ്റിച്ചിങ് കാണാൻ വേണ്ടി ശ്രമിക്കുക. നാളെ എന്തായാലും സ്റ്റിച്ചിങ് ആയിട്ട് വരാം. അപ്പോൾ കഴുത്ത് ക്യാൻവാസിൽ ഒട്ടിച്ചിട്ട് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാ പീസുകളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്നും നഷ്ടപ്പെടാതെ നോക്കണം. ആ കൈക്ക് കുറച്ച് ജോയിൻ്റൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ നാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ദൈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നാളെ കാണാം. താങ്ക് യു.